അച്ചമ്പി ഈ ആനയ്ക്കാണോ ആന കൊമ്പിനാണോ വില? കൊമ്പ് വിളി കൊണ്ടുവരുന്നതാണ്. ആനയുടെ അല്ലേ കൊമ്പ്, ആനയ്ക്കല്ലേ വില. അപ്പം പിന്നെ ഈ ആനയെ കൊന്നിട്ട് കൊമ്പെടുത്തോണ്ട് പോകേണ്ട കാര്യം എന്ത്? ആന സഹിതം കൊണ്ടുപോയാൽ പോരെ? ആനയെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോടാ. ഈ കട്ടൻ എനിക്കൂടെ ഒരു കട്ടച്ചൂട് കുറച്ച്. ഇപ്പഴല്ലേ കുടിച്ചത്? അല്ല, കട്ടൻ കൈ കണ്ടപ്പോഴേ ഒരു 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 ഇത് എന്തത് കുടിക്കാനുള്ള ഒരു 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 ഇത്. ഇതിന് പറയണതാണ് ആർത്തി. അത് പാടില്ല. ഏടാ അപ്പറ മച്ചമ്പി, അപ്പം ഈ കൊമ്പെടുക്കേണ്ട ഒരു ആനയെ കൊണ്ടുപോയാൽ പോരെ? നിനക്കിപ്പോൾ എന്താ വേണ്ടേ? അല്ല, ഇത് അറിയണം. അറിഞ്ഞിട്ട് നമുക്ക് അതിനകത്ത് സാധ്യതകളുണ്ടോ എന്ന് മനസ്സിലാക്കട്ടെ. ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ ടെൻഷൻ? കനക, ഇതെന്താ നീ റെഡി ആയില്ലേ? വാ പോവാ, ഞാൻ റെഡി ആവാൻ പോകുന്നു. നീ ഇങ്ങനത്തെ ടെൻഷൻ അടിക്കണ്ട. എന്താടി? നമുക്കത് അറിയാം. എനിക്ക് വിഷമമാണ്. എന്തിനാ? എനിക്കിപ്പോ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നത്. അമ്മാവൻ ഉത്സവത്തിന് കൊണ്ടുപോകുന്നത് വള മേടിച്ചറിനൊക്കെ എനിക്കത് പറ്റില്ലായിരിക്കും. ഇത് 10-60 ദിവസം കഴിയുമ്പോൾ എല്ലാവർക്കും ഈ ഓർമ്മക്കുറവും കാര്യങ്ങളൊക്കെ വരും. എന്റെ സംശയം അതൊന്നുമല്ല. അമ്മാവൻ 60 വയസ്സായെങ്കിൽ അമ്മാവന്റെ ആരോഗ്യത്തിന് ഒരു കുഴപ്പമില്ല. അമ്മ ചീരത്തോട്ടത്തിൽ കൂടി നീ നടക്കണേക്കാളും നല്ല അന്തസ്സായിട്ട് നടന്നുകൊണ്ടിരുന്ന മനുഷ്യനാ. എനിക്ക് തോന്നുന്നത് കാല് തെറ്റി എവിടെയോ വീണ് തല ഇടിച്ചിട്ടുണ്ട്. ആരോട് പറയാഞ്ഞിട്ട് അമ്മാവൻ. തലയിടിച്ചാലൊന്നും ഓർമ്മയ്ക്ക് ഒരു കുഴപ്പം വരത്തില്ല. അങ്ങനെ അത് എൻ്റെ ഓർമ്മ പണ്ടേ പോകണ്ടേ. എന്തോരം റോസ്മേരി ചില വെച്ച് തലക്കടിച്ചിട്ടുണ്ട്. ലില്ലിപ്പെണ്ണ് കണ്ടിട്ടില്ലേ? ഇത് തലക്കടിച്ചല്ലേ അത്? അതൊന്നും അല്ല. ഈ ഒരു പ്രായമാകുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ആൾക്കാർ മറന്നുപോകും, വഴി മറന്നുപോകും, ചില വ്യക്തികളെ മറന്നുപോകും. അങ്ങനെയൊക്കെയുള്ള ഡിമെൻഷ്യ എന്നൊക്കെ പറയുന്ന ചില രോഗങ്ങളുണ്ടല്ലേ. ഡിമെൻഷ്യ എന്ന് പറയുന്നത് അത് ഈ ഓർമ്മക്കുറവിനുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണത്. ഒരു സിനിമയിൽ മോഹൻലാലിന് വരുന്നത് ഈ അസുഖമാണോ? അത് അതിന്റെ വേറെ സാധനം, അൽഷൈമേഴ്സ്. അത്ര മറവിയൊന്നും വരാനുള്ള പ്രായം അമ്മാവനായിട്ടില്ലല്ലോ. ആയിട്ടില്ല, അതൊന്നും അങ്ങനെയൊന്നും ഇല്ല. അതിൽ തന്നെ ഇതൊക്കെ ചികിത്സിച്ചാൽ മാറും. നിങ്ങൾ വെറുതെ ടെൻഷൻ അടിച്ച് ബാക്കിയുള്ളവരെ പോയി പൂട്ടെ. ചികിത്സിച്ചാലൊന്നും മാറത്തില്ലത്. ഇത് ഒരുപാട് പേരിലുള്ള ഇതിന് ഷോക്ക് അടിച്ചാൽ എങ്ങാനും കിട്ടിയാലായി. ഇതെന്ന് പറഞ്ഞാൽ ഒത്തിരി പേരിലുണ്ട്. ചിലവർ മുണ്ടും തുണിയില്ല റോഡ് നടന്നു പോകത്തില്ലേ? അതൊക്കെ ഇതിന്റെ ഷോക്ക് അടിപ്പിക്കാൻ പ്രാന്ത അല്ലെന്ന് ഓർമ്മ കിട്ടാൻ വേണ്ടി. പിന്നെ ഇതിന് പാരമ്പര്യമായിട്ടുള്ളൊരു പാരമ്പര്യമാണെന്ന് ലില്ലിപ്പണി അടുത്ത കലാമച്ചപ്പിക്കാൻ കൊണ്ടൊന്നും പറയിപ്പിക്കില്ല. അവിടെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ അമ്മായി വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അമ്മാവനെ കൂട്ടി വരുന്നുണ്ട് ഇങ്ങോട്ട്. അന്നേരം കരഞ്ഞു പിഴിഞ്ഞൊന്നും ഇവിടെ ഇരിക്കരുത്. ഇങ്ങോട്ട് വരട്ടെ, ഇവിടെ ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ കാണിക്കാം. തങ്കച്ചേട്ടത്ത് ഇച്ചിരി സംയമനം പാലിക്കണം. നീ കാണണ്ട ആ ഏരിയ വരും. ഞാൻ പറഞ്ഞേക്കാം. വെറുതെ ഒന്നും ആവശ്യമില്ലാത്ത ആൾക്കാരായിട്ട് ടെൻഷൻ എടുപ്പിക്കരുത്. ചേച്ചി ഒന്ന് കരയാതിരിക്കുക ചേച്ചി. ചേച്ചി ഒന്ന് അല്ല, നിങ്ങളെന്താ ഇവിടെ? നിങ്ങൾ കുറെ നേരമായി വന്നിട്ട്. അപ്പൊ വിളിച്ചു പറഞ്ഞിട്ട് വേണ്ട കുട്ടികളെ വരാൻ. എന്നാ ഞങ്ങൾ എവിടെയെങ്കിലും പോവോ? അന്യന്മാരെ എന്തിനാ ഈ വീട്ടിൽ കയറ്റണേ? ഇല്ലത്തെ ഇങ്ങനത്തെ ഒന്നും കയറാൻ പാടില്ല. അവനെ പറഞ്ഞേക്ക്. ആ കുട്ടികൾക്ക് ചായയും ചോറും തച്ച വെച്ച് കൊടുക്ക്. വരുമ്പോ ഒന്ന് വിളിച്ചു പറഞ്ഞിട്ട് വേണം വരാൻ ട്ടാ. അവനെ പറഞ്ഞേക്ക്. വിശ്വസിച്ചേ ഒരാളെ വീട്ടിൽ കയറ്റാൻ പറ്റില്ല. ഇപ്പം ഇവിടെ വേണ്ട. ഇവിടെ പോരെ.